ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമല്ലേ? ആ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് നമുക്ക് പോലും ചിലപ്പോൾ അറിയില്ല. നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയും ചെയ്യും. ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് നമുക്കൊരിക്കലും ഉണക്കാനായിട്ട് പറ്റുകയില്ല. ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കും. എത്ര കാലം കഴിഞ്ഞാലും അവൻ അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെയുള്ള ആ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും അതങ്ങനെ കിടക്കും, മായാതെ മനസ്സിൽ അങ്ങനെ കിടക്കും. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് നമ്മളിതൊന്ന് ഓർക്കുക. എത്ര കാലം കഴിഞ്ഞാലും അത് ഒരുപക്ഷെ മനസ്സിൽ കിടന്നേക്കാം. നമുക്ക് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൈലന്റ് ആയിട്ടിരിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ദേഷ്യം വന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ പല എക്സ്പ്ലനേഷനും പറഞ്ഞു നടക്കുക, അതുപോലെ നമ്മുടെ ദേഷ്യം ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞു തീർക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മളെ നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ബാക്കി കേൾക്കുന്ന ആൾക്ക് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്കത് മനസ്സിലാക്കാനും പറ്റിക്കൊള്ളണമെന്നില്ല. മറ്റുള്ളവരെപ്പോഴുണ്ടല്ലോ നമ്മൾ പറയുന്നത് പോലെയല്ല, അവർക്ക് കേൾക്കേണ്ടത് എങ്ങനെയാണോ അതുപോലെയാണ് അവർ കേൾക്കുക. നമ്മൾ എത്ര അത് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവർക്ക് എടുക്കേണ്ട രീതി എങ്ങനെയാണോ ആ രീതിയിലേ അവരത് എടുക്കുള്ളൂ. നമ്മളെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സൈലൻസ് ആണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.